ഈ കള്ളത്തൊരീക്കത്തുകളിക്കൊക്കെ ഭയങ്കര മെമ്പർഷിപ്പ്, എല്ലാവരുടെയും ബോർഡ് വെച്ചാൽ സംഗതി വിജയിക്കുക. നമുക്ക് കതിരേതാണ് പതിരേതാണ് അല്ലേ എന്ന് തിരിച്ചറിയാൻ കഴിയണില്ല. അങ്ങനെയുള്ള ഭയവിഹ്വലതയുടെ കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു മഹിതമായ പ്രസ്ഥാനം അതിന്റെ 100 ആണ്ടിലേക്ക് എത്തി നിൽക്കാൻ, ആദർശ വിശുദ്ധിയുടെ 100 ആണ്ട്, നൂറ്റാണ്ടാണ്, 10 ദശകം, ഒരു ശതകം. ഒരു ശതകം തേക്കുക എന്ന് പറഞ്ഞാല് നമ്മ ആലോചിച്ച് നോക്ക് നിങ്ങൾ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ബാലവി തങ്ങൾ, ഉപ്പാപ്പ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ബീജാവാപ്പം നൽകാനുണ്ടായ കേരളത്തിലെ കാരണം എന്താ? ഈജിപ്തുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് നവോത്ഥാന ചിന്തകൾ കേരളത്തിൽ വരുന്നു. അത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് തലപൊക്കി അതിന് ഒരുപാട് ചെറുപ്പക്കാർ കൊടപിടിക്കാൻ തുടങ്ങി. നല്ല സുഖാണ് ഇവരുടെ ബിദഅത്തൊക്കെ എന്ന് മനസ്സിലായപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ അന്നത്തെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വലിയൊരു സംഘടിത ശക്തി ഉണ്ടാക്കിയത്. ആ ശക്തി 100 ആണ്ടിന്റെ നിറവിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ടവരെ. സമസ്തയുടെ തഹയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് ഇവിടെ വ്യാപകമായിട്ട് അതിന്റെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ എല്ലാവരും അതിന്റെ ഭാഗവാക്കാവണം. സമസ്തയുടെ സമ്മേളനം വിജയിപ്പിക്കാൻ മാത്രമല്ല തഹയ്യ, ഒരുപാട് നവോത്ഥാന പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ളത് കൂടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയ